السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് കഴിഞ്ഞ 7-ാം തീയതി നടന്ന സംവാദവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണ യോഗമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംവാദങ്ങൾ നടന്നാൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ, അതല്ലെങ്കിൽ ആ സംവാദത്തിൽ പങ്കെടുത്ത പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാപനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരുടെ പൊള്ളത്തരം ആ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു കൊണ്ടൊക്കെ നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ കേരളത്തിലെ വാദപ്രതിവാദ വിശദീകരണ ചരിത്രത്തിൽ ഇതുവരെ പരിചയമില്ലാത്ത ഒരു കാര്യമാണ് പേരാമ്പ്രയിൽ നടന്ന സംവാദത്തിന് മലപ്പുറത്ത് വിശദീകരണം വെക്കുക എന്നത്. ഏതൊരു സൗകര്യമാണോ മലപ്പുറത്ത് ഉപയോഗപ്പെടുത്തിയത്, ആ സൗകര്യം പേരാമ്പ്രയിലും ലഭ്യമായിട്ടും ഇവിടെയുള്ള ആളുകളുടെ മുമ്പിൽ അത്തരമൊരു വിശദീകരണം നൽകാൻ ഈ വിഭാഗം സമസ്തക്ക് സാധിക്കാതിരുന്നത് പ്രമാണബദ്ധമായി ആ കാര്യം വിശദീകരിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ്. സംവാദത്തിൽ നടന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ ബഹുമാന്യനായ അനസ് മൗലവി ഇവിടെ വിശദീകരിക്കും. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി പേരാമ്പ്ര വ്യാപാരി വ്യവസായി ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നയെന്ന് ഈ കത്ത് നൽകുകയും ആവള മഹലിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ബഹുമാന്യനായ മമ്മു സാഹിബ് ആവശ്യപ്പെട്ടത് ഈ സംവാദം ആവളയിൽ ഒരു പരസ്യവേദിയിൽ നടത്തണം എന്നായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും പരസ്യമായി കാണുവാനും കേൾക്കുവാനും കഴിയുന്ന തരത്തിൽ സംവാദം നടത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തോട് അദ്ദേഹത്തിൻ്റെ അനുകൂലമായി വന്ന പണ്ഡിതന്മാർ പോലും അനുകൂലമായി പ്രതികരിച്ചില്ല. അന്ന് അദ്ദേഹത്തോട് നാം പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, നിങ്ങളുടെ ആഗ്രഹമൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ സംവാദം നടക്കുമ്പോൾ നമുക്കറിയാം എത്ര നാട്ടുകാരുണ്ടാകും, എത്ര മുസ്ലിയാക്കന്മാരുണ്ടാകുമെന്ന്. ഈ വേദി അന്ന് സമസ്തയുടെ ഭാഗത്ത് മുസ്ലിയാക്കന്മാരെ കൊണ്ട് നിറക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഇത്തരമൊരു സംവാദത്തിൽ സാധാരണക്കാരായ ആളുകളെ പങ്കെടുപ്പിച്ചില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, സാധാരണക്കാരായ ആളുകൾക്ക് ഈ മുസ്ലിയാക്കന്മാരോട് ഒരു കടപ്പാടുമില്ല എന്നതാണ്. എന്താണോ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേൾക്കുന്നത് അത് അംഗീകരിക്കാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും തയ്യാറായി വരുന്ന സാധാരണക്കാരുടെ മുമ്പിൽ തങ്ങളുടെ വാദങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീഴും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സാധാരണക്കാരെ ഇത് കേൾക്കുന്നതിൽ നിന്ന് തടയുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്.
യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. തങ്ങളുടെ വായ കൊണ്ട് ഈ അള്ളാഹുവിൻ്റെ ദീനിനെ എതിർക്കുകയും ഇതിനോട് ശത്രുത വെച്ച് പുലർത്തുകയും ഇതിൻ്റെ ആദർശങ്ങളിൽ മായം കലർത്തുകയും ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായും സത്യത്തിൻ്റെ പ്രകാശത്തെ തങ്ങളുടെ ദുർബലമായ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കും. ഇവിടെ നമ്മൾ കണ്ടതാണ്. തങ്ങളുടെ ദുർബലമായ ഒരു മഹാപ്രവാഹത്തെ, ഒരു പ്രദേശത്തെ മുഴുവൻ കീഴടക്കി വരുന്ന ഒരു മഹാപ്രവാഹത്തെ അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിനെ പാഴ്മുറം കൊണ്ട് തടുക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢിയെപ്പോലെയാണ് പൗരോഹിത്യം എത്തിച്ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം കാലം മാറി. ഇ കെ ഹസൻ മുസ്ലിയാർ പണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഖുർആൻ പരിഭാഷ പാടില്ല എന്നതിന് ന്യായമായി പറഞ്ഞ ഒരു കാര്യം, നമ്മളത് എഴുതി വെച്ചാൽ അത് ജനങ്ങളുടെ മനസ്സിലുണ്ടാകും, പറഞ്ഞാൽ അത് മറന്നും പോകും, കാറ്റിൽ പറന്നും പോകും എന്നാണ്. എന്നാൽ ഇന്ന് വാക്കുകൾ മറന്നു പോകാതെ, കാറ്റിൽ പറന്നു പോകാതെ, ഒരു സംഘർഷവുമില്ലാതെ, ഒരു മുസ്ലിയാരുടെയും സാന്നിധ്യമില്ലാതെ തൻ്റെ വീട്ടിൽ വെച്ച് തനിക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന സമയത്ത് കേൾക്കുവാനുള്ള സൗകര്യം ഇന്നത്തെ കാലത്ത് ലഭ്യമാണ്. ആ സൗകര്യം കേരളത്തിലെ മുസ്ലിം സമൂഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മാറ്റമാണ് തീർച്ചയായും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നേരത്തെ പാലത്തൊക്കെ സൂചിപ്പിച്ചു, കേരളത്തിൽ നടന്ന വാദപ്രതിവാദങ്ങളുടെ ചരിത്രം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി, അലി അബ്ദുൽ റസാഖ് മൗലവി, കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി റഹിമഹുമുള്ള, ഇവരെ പോലെയുള്ള പണ്ഡിതന്മാർ കൊട്ടപ്പുറത്ത് വാദപ്രതിവാദം നടത്തുകയാണ്. ഭൂരിപക്ഷം സുന്നികളാണ്, ഒരു നിയന്ത്രണവുമില്ല. ആ നാട്ടിലെ ഭൂരിപക്ഷവും സുന്നികളാണ്. ആ സുന്നികളാണ് അവിടെ ഏറ്റവും കൂടുതൽ തമ്പടിച്ചിരിക്കുന്നത്. ഇന്നത്തെ പോലെ ഒരു ഉദ്ധരണി വായിച്ചാൽ അത് തിരയാനുള്ള ലാപ്ടോപ്പ് സൗകര്യങ്ങളോ മറ്റോ ഇല്ല. തങ്ങളുടെ ശരീരത്തിന് സംരക്ഷണം നൽകുവാൻ ആവശ്യമായ അനുയായികൾ പോലും ഇല്ലാതെ പൗരോഹിത്യത്തിനെതിരെ വാദപ്രതിവാദം നടത്തുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാക്കുകയും ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ കാരണമാവുകയും ചെയ്ത ആ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് വേണ്ടി ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ആദർശം മാത്രമാണ് ആളുകളോട് പറയാനുള്ളത്. ആദർശം മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ആ ആദർശത്തിലേക്കാണ് നാം ജനങ്ങളെ ക്ഷണിച്ചത്. അതിന്റെ നേർക്കാഴ്ചകൾ ഇൻഷാ അല്ലാഹ് ഇവിടെ കാണാം. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഇതിന് നേതൃത്വം നൽകുന്ന നേതാക്കൾക്ക് വേണ്ടി, പണ്ഡിതന്മാർക്ക് വേണ്ടി, സാധാരണക്കാരായ ഇതിന്റെ പ്രവർത്തകരായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.